തൊട്ട് കൂടെ ഉണ്ടായിരുന്ന 2-3 ആ ഹലോ ബ്രോ പറഞ്ഞോ. ഞാനിപ്പോഴും ലൈവിലാണല്ലോ മച്ചാനെ. ആ എന്താ ബ്രോ കേട്ടില്ല, മണോളെ കേട്ടില്ല. ഞാൻ വിളിക്കുമ്പോ കാറിൽ ഇരുന്നിട്ടാണ് വിളിച്ചത്. ഇവര് ഓൾറെഡി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരിപ്പോ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല ബ്രോന്റെ അടുത്ത് വന്നിട്ട്. മച്ചാനെ ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യമല്ലേ ബ്രോ? എന്താ ഇവര് സംസാരിക്കാൻ വരുവാണെന്ന് അല്ല മച്ചാ, ഇവര് സംസാരിക്കാൻ വരുവാന്ന് പറഞ്ഞപ്പോ ബ്രോയുടെ കൂടെ ഇരുന്ന് ലൈവ് ചെയ്തവരല്ലേ. അമ്മമാരെന്നോട് പറഞ്ഞത് അമ്മമാരുടെ കയ്യിൽ പൈസ പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ വരാൻ, അവര് കൂട്ടുകാരെ വിളിച്ചിട്ട് ഇതായിട്ടാ വന്നതെന്നാ പറഞ്ഞത്. അപ്പൊ ബ്രോ അമ്മമാരുടെ ഫോണിൽ 30 വട്ടം വിളിച്ച കോളിൽ അവൻ എന്നെ കാണിച്ചായിരുന്നു. ബ്രോ പോണ്ട അല്ല അപ്പൊ ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അല്ല മനസ്സിൽ നിങ്ങള് പോവാ പോയിട്ട് എന്ത് ചെയ്ത് എന്താ പറഞ്ഞോ. അപ്പൊ എന്ത് ചെയ്ത് അതിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്. മച്ചാനെ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം സിമ്പിളായിട്ട് പറഞ്ഞോട്ടെ ഞാൻ കുറെ നാളായിട്ട് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ സന്തോഷത്തിൽ ഞാൻ പൊക്കോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കേക്ക് എനിക്ക് ഇതിനകത്തിരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ. എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും മച്ചാനെ, കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും മച്ചാനെ. എന്ത് മിസ്റ്റേക്ക്? ഞാൻ പറഞ്ഞ കണ്ടന്റ് എന്താ അറിയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ പോയിട്ട് സോൾവ് ചെയ്യുകയും ചെയ്യോ. ഓക്കെ, അത് അവിടെ സോൾവ് ചെയ്തു എന്ന് ഞാൻ ഇവിടെ പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. മണവാളം ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ബ്രോയുടെ ഡിസ്കോഡില് 3 വീഡിയോ ഉള്ളു. ഒന്ന് PSG-ലെ ആ വീഡിയോ, ഒന്ന് എന്റെ വീഡിയോ. അതിന്റെ താഴെ ചന്തി കാണിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ മനസ്സിലായോ? ഈ 3 സാധനം ഉള്ള അതിനകത്ത്. പകരം ഡിസ്കോഡ് ട്രോൾസ് റിയാക്ഷൻ എന്താണെന്ന് കാണണമെങ്കിൽ ബ്രോ ഈ എന്റെ ഡിസ്കോഡ് അവരൊക്കെ ഡിസ്കോഡ് എടുത്ത് നോക്കി അതിനകത്ത് ആൾക്കാരിടുന്ന കാണാം. ഇത് 3 നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ പിന്നെ ബ്രോയുടെ പ്രാങ്ക് വീഡിയോയും സ്ട്രീം വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മച്ചാനെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മച്ചാനെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും ബ്രോ. കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും പ്ലീസ്. ബ്രോ ലൈവില് പറഞ്ഞത് ഞാൻ അവരെ കണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്തതാണ്. ഒബ്വിയസ്ലി, പിന്നെ അല്ലാതെ. മച്ചാൻ എന്താ വിളിച്ചപ്പോ എന്നെ പറഞ്ഞത്? മച്ചാന്റെ അടുത്ത് എന്താ പറഞ്ഞേ? മച്ചാൻ പറഞ്ഞില്ലേ അവരെ ക്ലിയർ ആക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവര് ചെയ്തത് തെറ്റാണ്, അത് നമ്മൾ ക്ലിയർ ആക്കാന്ന്. ഞാൻ വിളിക്കണ സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. ഇൻഫാക്ട് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഇവര് പറയുന്നത് ഇതിന്റെ തന്തക്ക് വിളിച്ചിട്ടുണ്ട്, എനിക്ക് തിരിച്ചു വിളിക്കണം. അന്നാ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ബ്രോയോട്, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അവരെന്നോട് പറഞ്ഞിട്ട് പോയല്ലോ ഇവര് ആ വീഡിയോ, അതായത് അവൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ ക്യാമറയുടെ ബാക്കിൽ മണവാളം നിൽക്കുവാന്ന്. അന്നേരം മണവാളിന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ആ സാധനം എന്താ അറിയോ? ഞാൻ പറഞ്ഞു അവന്റെ ചാനൽ ഇട്ടോളാ പറഞ്ഞു. അയ്യോ, അന്നേരം എന്താ ബ്രോ പറയാൻ? നമ്മളത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണെന്ന്. ഉച്ചക്ക് സോൾവ് ആക്കിയതാ പറഞ്ഞു. പക്ഷെ എന്റെ തന്തക്ക് വിളി കേട്ടിട്ട് പിന്നെ എന്ത് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയണ്ടേ പറഞ്ഞു. ശരി, അതിന് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അതിന് മുട്ടിക്കില്ല. ബ്രോ അവരിപ്പോഴും പറയണത് നമ്മൾ സോൾവ് ആക്കിയ കാര്യം അവരോട് ബ്രോ പറഞ്ഞിട്ടില്ല. ഞാൻ സോൾവ് ആക്കിയ കാര്യമാണ്, അത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അപ്പൊ ഇത് കേട്ടിട്ടില്ല. ഏത് നിങ്ങൾ പറഞ്ഞ റിയാക്ഷൻ, ആളെ തന്തക്ക് വിളിച്ചു എന്ന് പറയുന്നത്. ആളെ തന്തക്ക് വിളിച്ചു എന്ന് പറഞ്ഞു. മച്ചാനെ എനിക്ക് ഇതില് ജീവിതം കളയാൻ വയ്യ മച്ചാനെ, സീരിയസ് ആയിട്ട് പ്ലീസ്. എനിക്ക് ഇതില് ജീവിക്കേണ്ട ആവശ്യമില്ല മച്ചാനെ. എനിക്ക് ഇതിന്റെ ജീവിതം യൂസ് ചെയ്ത് ബ്രോയുടെ കൂട്ടുകാരോട് സംസാരിക്കും. അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു. മണവാള വിത്ത് റെസ്പെക്ട് ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അത് ലാസ്റ്റ് വട്ടം കോൾ വിളിച്ചപ്പോഴും മര്യാദക്കാണ് ഞാൻ സംസാരിച്ചത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് സംസാരിക്കാൻ താല്പര്യമില്ല മച്ചാനെ. കോള് കട്ട് ചെയ്യും മച്ചാനെ. ശരി കട്ട് ചെയ്. ഓരോ വേണ്ട യേസ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ പുറത്ത് എനിക്ക് ഇതിനകത്ത് ലൈവ് ഇടാൻ എനിക്ക് താല്പര്യമില്ല. ഇവരുടെ സ്കോഡോ മറ്റേ സ്കോഡോ എന്ത് സ്കോഡ് വേണമെങ്കിലും എന്ത് വേണേ ചെയ്തോട്ടെ. എന്നെ ഇത് പേഴ്സണലി ബാധിക്കുന്ന കേസല്ല. ഞാൻ ഈ സമയത്ത് രാത്രിയിൽ എൻ്റെ ഫാമിലി ഉണ്ടായിട്ട് പോലും ഇവരെയൊക്കെ വിളിച്ചിവിടെ വന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കാരണമെന്ന് ഞാൻ പറയത്തില്ല. ഇവൻ കാരണം 2 പേർക്ക് കേൾക്കേണ്ട വന്നത് വലിയ സീൻസാ, മനസ്സിലായോ?
ആ വീഡിയോയും ഇതൊന്നും ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഗൈസ്. ഇന്ന് ഇവിടെ 23,000 പേരൊക്കെ കാണുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതെൻ്റെ വ്യൂവേഴ്സ് ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായോ? എനിക്ക് ഈ വ്യൂവർഷിപ്പ് വേണ്ട, എനിക്ക് വ്യൂവർഷിപ്പ് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ വ്യൂവർഷിപ്പ് ഇഷ്ടമല്ല. ഞങ്ങൾ ഇന്നലെ രാത്രി വെളുപ്പിനെ 4 മണി വരെ ഞാൻ ലൈവ് ഉണ്ടായിരുന്നു. 4 മണി വരെ ലൈവിൽ എനിക്ക് ആ സമയത്ത് ലൈവിൽ കാണാൻ ഒരു 2,000-3,000 പേരുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഓഡിയൻസ്. മനസ്സിലായി? എനിക്ക് അത് മതി. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആൾ കൂടുമ്പോൾ പൈസയൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് ഇതിൽ പൈസയ്ക്ക് മറ്റേ സമാധാനമുള്ളൊരു പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതല്ല ഇത്. അതുകൊണ്ട് എനിക്ക് ഡെയിലി ഇതിടാൻ വയ്യ. അവിടുന്ന് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ്, അവന്മാരുടെ വീട് തൃശ്ശൂരിൽ നിന്ന് അവർക്ക് എൻ്റെ വീട് വരെ വരാൻ മിനിമം ഒരു 7 to 8 hours ഡ്രൈവ് ഉണ്ടാവും. അവർ ഉച്ച തൊട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ അവിടെ ഇൻകം ടാക്സ് ഓഫീസിലായതുകൊണ്ട് എനിക്ക് വരാൻ ഞാൻ നല്ല ലേറ്റായി. ഞാൻ ഇവിടെ വന്ന് ഇവരെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവരാൻ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നതുകൊണ്ട് ഇത്രയും സമയം അതിൽ ലേറ്റ് ആയതിൽ എൻ്റെ ഭാഗത്തൊരിതുണ്ട്. അപ്പോൾ അത്രയും ദൂരം എന്നെ കാണാൻ വന്ന ഒരാൾക്കാരെന്നുള്ള രീതിയിൽ എനിക്കിത് പറയണം. ഇത് ആഗോള രീതിയിൽ ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കൊന്നുമല്ല. മനസ്സിലായ? ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്കിത് കാണുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. സത്യമായിട്ട് ഞാൻ പറയാം, എനിക്കിങ്ങനത്തെ വലിയ മറ്റേ നമ്മളെ മാത്രം പൊക്കിയടിക്കുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂവിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എന്തെങ്കിലും ഒരു ഗെയിമിംഗ് രീതിയിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഒരു ട്രോഫിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോറി ഇടുമ്പോഴും നിങ്ങൾ ഇതാക്കുമ്പോഴും എനിക്ക് ആ സന്തോഷം വേറെയാണ്. അതല്ലല്ലോ ഇത്. ഈ കോൺട്രവേഴ്സി എന്ന് പറയുന്ന സാധനം എനിക്ക് ഡെയിലി ഇരുന്ന് ഇന്നലെ നമ്മളെല്ലാം നിർത്തി നമ്മുടെ കാര്യം നോക്കി വന്നതാണ്. അപ്പം ഇത് വീണ്ടും ഇങ്ങനെ വന്നത് ആ പിള്ളേർക്ക് പറയാനുള്ള കാര്യം എനിക്ക് ഇതാക്കണം തോന്നി. എനിക്ക് ഞാൻ അങ്ങനെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ മാറ്റി പറയാത്തില്ല. ഇനി ആര് വന്നാലും, ഇനിയിപ്പം ബോക്സിങ്ങിന് നാളെ ഇവിടെ ആൾ വന്നാലും ഞാൻ ഇത് മാറ്റി പറയാറില്ല. പക്ഷേ ഇന്ന് അവൻ വന്ന് അവൻ്റെ കാര്യം എൻ്റെ ക്ലിയറായിട്ട് പറഞ്ഞപ്പം പബ്ലിക്കായിട്ട് തന്നെ ഞാൻ അവൻ എന്നെ തെറി പറഞ്ഞാൽ അവൻ്റെ അടുത്ത് സോറി 100 വട്ടം ഇപ്പോൾ പറഞ്ഞു വരുന്ന വഴിക്ക്. അപ്പം ഒരു വട്ടമെങ്കിലും ഞാൻ തിരിച്ച് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവൻ്റെ അടുത്തും സോറി പറഞ്ഞ് ഞാനിത് ഒഴിവാക്കുക. ബാക്കിയൊക്കെ ഇവന്മാരുടെ സ്ക്രിപ്റ്റും ഇതുമാണ്. മനസ്സിലായോ? ഇത് വിശ്വസിച്ച് ഗൈസ്, ഇത് സ്ട്രീമിംഗ് ഇതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇവന്മാർ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി തെറി വിളിക്കാനും തിരിച്ച് ഇവിടെ വരാനും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയോ ഈ ലോകത്ത് ആർക്ക് വേണ്ടിയോ നിൽക്കണമെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം നിങ്ങളുടെയാണ്. ഇപ്പോഴും പറയാം, കോൺട്രവേഴ്സിക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വന്ന എല്ലാവരോടും പറയാൻ പോകുന്ന കാര്യം അതാണ്. ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം വേസ്റ്റ് ചെയ്യാണ് വെറുതെ ഇങ്ങനത്തെ ഇഷ്യൂവിന് വേണ്ടിയിട്ട്. ഇവിടെ ഗെയിമിംഗ് ലൈവും ബാക്കി കാര്യങ്ങളും ബാക്കി നമ്മുടെ ഡിസ്കോഡ് റോൾസും എൻ്റർടൈൻമെൻറ്റിന് കാണാൻ വരുന്നവരോട് റെസ്പെക്റ്റ് മാത്രം. കോൺട്രവേഴ്സിക്ക് വേണ്ടി മൊബൈലിൽ ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ വന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. സീരിയസ് ആയിട്ട് ഇപ്പോഴും ഞാൻ പറയാം.